നമസ്കാരം, എല്ലാവർക്കും സോനൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുറുകിയ ചാറോട് കൂടി അടിപൊളി ബീഫ് സ്റ്റൂവിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പത്തിന്റെ കൂടെയും ബ്രെഡിന്റെ കൂടെയൊക്കെ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിക്ക് മുമ്പ് നമ്മൾ അപ്പത്തിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെള്ളിയപ്പത്തിന്റെ കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരെ അതുകൂടെ ഒന്ന് കാണാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിക്ക് മുമ്പ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലിൽ ഓൾ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. കുക്കിംഗ് ട്രാവൽ വീഡിയോസ് ആണ് മെയിനായിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഞാനിപ്പം കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കി ഒരു 250 ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് സ്പൈസസ് ആണ്. ഏലക്ക, ഗ്രാമ്പു, തക്കോലം, കുരുമുളക്, ജീരകം, ബേ ലീവ്സ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മുതൽ 1/2 ടേബിൾ സ്പൂൺ വരെ നമ്മൾ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഗരം മസാലയാണ് കേട്ടോ. ഇപ്പം മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർക്കുന്നില്ല. നമ്മുടെ സ്റ്റൂ നല്ല ക്രീമി ഓഫ് വൈറ്റ് കളറായിരിക്കും. ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അല്പം വെള്ളം കൂടെ ചേർത്തിട്ട് ഒരു 1.5 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് വേവിക്കാം. ഒരു വേവ് നിർത്തിയിട്ട് നമുക്ക് എടുക്കണം. അതായത് ഇപ്പം ഒരു 5 വിസിലാണ് വേവാനായിട്ട് വേണ്ടതെങ്കിൽ ഒരു 4 വിസിലാകുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്തിട്ട് തുറന്നു നോക്കാം. നമ്മുടെ ബീഫ് ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ചെറിയ ഉരുളക്കിഴങ്ങും ഒരു വലിയ ക്യാരറ്റും ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് അഴിച്ചു വെച്ചിട്ട് ഒരൊറ്റ വിസിൽ മതി. അപ്പോഴേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ കറക്റ്റ് വേവിൽ കിട്ടും. വെന്തുടഞ്ഞ് പോവേണ്ട. നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് മറ്റൊരു പാൻ വെക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴേക്കും ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 2 വെളുത്തുള്ളിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇതിലേക്ക് ഗരം മസാല കൂടെ ചേർക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അധികം ട്രാൻസ്പെറന്റ് ആവണ്ട, ജസ്റ്റ് ആ പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ സ്റ്റൂവിന് ഒരു ക്രീമി സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ മൈദ ചേർക്കുന്നത്. മൈദയോ കോൺഫ്ലവറോ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർക്കുന്നത്. ആ മൈദ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് 2ാം പാല് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറിക്ക് എത്രത്തോളമാണ് ചാറ് വേണ്ടത് അതനുസരിച്ചിട്ട് നമുക്ക് 2ാം പാല് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മൈദ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പം ഒന്ന് കട്ട പിടിച്ചൊന്നും കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ചാറോട് കൂടെ തന്നെ ബീഫും ഉരുളക്കിഴങ്ങും ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൽ ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കാം. നമ്മൾ ബീഫ് വേവിച്ചപ്പം അല്പം ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു.
കുറച്ചുകൂടെ ഉപ്പ് വേണം. ഞാനതിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇപ്രാവശ്യത്തെ പെരുന്നാളിന് എല്ലാവരും അപ്പവും സ്റ്റൂവും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ബീഫ് സ്റ്റൂ ഇതേപോലെ വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. നമ്മുടെ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് ഒന്നുകൂടെ ബീഫും ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ ഒന്നുകൂടെ ഒന്ന് വെന്ത് വരട്ടെ. നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒന്നാം പാലൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റൂ റെഡിയായി. നമുക്കിനി ഇതിലേക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഈസ്റ്റേണിൻ്റെ കോക്കനട്ട് മിൽക്കാണ്, ടിൻ മിൽക്കാണ് ചേർത്തിരിക്കുന്നത്. ഇതാകുമ്പം ഒന്നും കൂടെ ഒരു ക്രീമി ടെക്സ്ചർ കിട്ടും. നമ്മൾ മൈദ ചേർത്തിട്ടുണ്ട്, എന്നാലും എനിക്ക് കോക്കനട്ട് ടിൻ മിൽക്ക് ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് തോന്നുന്നത്. അപ്പം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്നാം പാല് ചേർത്ത ശേഷം നമുക്കിനി ഇത് തിളപ്പിക്കണ്ട. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഗരം മസാല നമുക്ക് കുറച്ചുകൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ചു വെക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും മുന്തിരിയും കൂടെ നെയ്യിൽ വറുത്തത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളി സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലിൽ ഓൾ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. കുക്കിംഗ് ട്രാവൽ വീഡിയോസാണ് മെയിനായിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതേപോലെ തന്നെ നമ്മൾ തൊട്ട് മുമ്പ് ഒരു അപ്പത്തിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈസ്റ്റ് ഒന്നും ഇടാത്ത നല്ലൊരു അടിപൊളി പഞ്ഞു പോലത്തെ അപ്പമാണ്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്ത കൂട്ടുകാർ അതുകൂടെ ഒന്ന് കണ്ടു നോക്കുക. അപ്പത്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് ബീഫ് ടു മാത്രമല്ല ബീഫ് വിന്താലും അടിപൊളി കോമ്പിനേഷനാണ്. അതിൻ്റെ വീഡിയോയും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താങ്ക്